ദേവി അജിത്ത്. ദേവി അജിത്തിൻ്റെ ഭർത്താവാണ് അജിത്ത്. അദ്ദേഹം ഒരു സിനിമ പ്രൊഡ്യൂസറാണ്. അദ്ദേഹം ഒരു സിനിമ ഇപ്പോൾ അവസാനമായിട്ടുള്ളൊരു സിനിമ എടുത്തു, ദി കാർ എന്ന് പറഞ്ഞിട്ട്. ജയറാമണയിലെ നായകൻ, രാജസേനാണ് സംവിധാനം ചെയ്തത്. ആ സിനിമ എടുക്കാൻ പോണതിന് മുമ്പ് തന്നെ ഈ സിനിമയെ കുറിച്ച് എങ്ങനെ ഒരു ഇത് വിജയിക്കുമെന്ന് അറിയാനായിട്ട് അന്നത്തെ കാലത്തെ ഏറ്റവും വലിയ ജ്യോതിഷൻ്റെ അടുത്ത് ചെന്നു. ഒരു കാറിൻ്റെ കഥയാണ്, ചുവന്ന കാറിൻ്റെ. അപ്പോൾ ആ ജ്യോതിഷൻ പറഞ്ഞു ഈ പടം വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അയ്യോ കഥയ്ക്കായി എല്ലാ കാര്യങ്ങളും സെറ്റപ്പായി, ഡേറ്റ് എല്ലാം ശരിയായി, ഇനിയിപ്പോൾ പെട്ടെന്നൊരു കഥ മാറ്റാൻ പറ്റില്ല. പറഞ്ഞു ഈ പടം എടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചെറിയ അപകടങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഇവരിതൊന്നും മൈൻഡ് ചെയ്തില്ല. പടം വിജയിക്കുകയോ ഇല്ലേ, പടം വിജയിക്കേണ്ട കാര്യം സംശയമാണെന്ന് പറഞ്ഞു. എന്നിരുന്നാലും എല്ലാ പറഞ്ഞതൊക്കെ എടുത്ത് തള്ളിക്കളഞ്ഞ് ആ പടം ഷൂട്ടിങ് തുടങ്ങി. ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. കാറിൻ്റെ കാര്യത്തിൽ പറഞ്ഞ് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അത് കഴിഞ്ഞ് ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞു. ആ ഷൂട്ടിങ് കഴിഞ്ഞ കാറിൽ തന്നെ ഇവർ പെട്ടെന്ന് തന്നെ പടം റിലീസിൻ്റെ ഡേറ്റ് കിട്ടി നേരിട്ട് ചെന്നൈക്ക് പോയി അവിടുന്ന് പെട്ടിയൊക്കെ ശരിക്ക് അവിടുന്ന് അയച്ചു. അങ്ങനെ ഈ അജിത്ത് ഈ കാറിൽ, അതേ കാറിൽ തന്നെ, ആ പടത്തിൽ അഭിനയിച്ച കാറിൽ തന്നെ തിരിച്ചു വരിക. ആ കാറ് ആക്സിഡൻ്റായി, ആൾ മരിച്ചു. അതിനാണ് ദേവി അജിത്തിൻ്റെ ഭർത്താവ് അജിത്ത് മരിക്കുന്നത്. ശരിക്കും പറഞ്ഞപ്പോൾ ഒരു മകളാണുള്ളത്. ആ മകളെ കല്യാണം കഴിഞ്ഞു. ആ മകളിപ്പോൾ നന്ദന എന്ന പേര്, ഇപ്പോൾ ചെന്നൈയിലാണ് ഭർത്താവായിട്ട് ജീവിക്കുന്നത്. അതിനുശേഷം ഇവർ ഭയങ്കര സ്നേഹമാണ്. അജിത്തും നമ്മുടെ ദേവിയും തമ്മിൽ ഭയങ്കര സ്നേഹമാണ്. അപ്പം പെട്ടെന്ന് ഭർത്താവിൻ്റെ മരണം അംഗീകരിക്കാൻ പറ്റിയില്ല. ശരിക്കും പറഞ്ഞാൽ ഡിപ്രഷനായി. ശരിക്കും പറഞ്ഞാൽ പ്രാന്തായി പോകേണ്ട ഒരു കാര്യമാണ്.